ഈ ഒരു 3 സ്റ്റേജസ് എന്താണ്? ഏജ് ഓഫ് ബോഡി എന്ന് പറയുന്ന ഫിസിക്കൽ പ്ലെയിനും, ഏജ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന മെന്റൽ പ്ലെയിനും, ഏജ് ഓഫ് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഏജ് ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ സ്പിരിച്വൽ സ്റ്റേജിന്റെ ഒരു ഇൻ്റഗ്രേഷനാണ് ഈ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ചലഞ്ചിങ് എന്ന് പറയാനുള്ള കാരണം ഈ ഒരു സ്റ്റേജ് വളരെ ചലഞ്ചിങ് ആണ്. അതായത് നമ്മൾ മെന്റൽ സ്റ്റേജിന്റെ ഒരു പീക്കിലാണ് എത്താനായിട്ട് പോകുന്നത്. മെന്റൽ സ്റ്റേജിന്റെ പീക്ക് കഴിഞ്ഞാൽ അടുത്ത തേർഡ് സ്റ്റേജ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ സെല്ലിംഗ് എന്ന് പറയുന്നത് അല്പം കൂടെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറയാൻ കാരണം എന്നാ? നമ്മളുടെ ഈഗോ കോൺഷ്യസ് ആണല്ലോ, നമ്മൾ ഈഗോയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈഗോ കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തി സോൾഫുൾ കോൺഷ്യസിലേക്ക് മാറുവാൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. അത് നമ്മൾ അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തില്ല എങ്കിൽ നമ്മുടെ ജീവിതം, മുന്നോട്ടുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ അല്പമെങ്കിലും ബോധത്തോടുകൂടി ചിന്തിക്കുമ്പോൾ ഈ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ മാറ്റങ്ങളുടെ പിന്നിൽ ഈ ചില കാരണങ്ങളുണ്ട്. അതായത് വി ആർ മൂവിങ് ഫ്രം ദ മെന്റൽ ഏജ് ടു ദ സ്പിരിച്വൽ ഓർ ദി ഇൻ്റഗ്രേഷൻ. അതായത് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് ആവുകയാണ്, അത് ഒന്നിക്കുകയാണ്. അവിടെ മതങ്ങൾക്ക് അതീതമായിട്ട്, ജാതികൾക്ക് അതീതമായിട്ട്, വർണ്ണങ്ങൾക്ക് അതീതമായിട്ട്, നിറങ്ങൾക്ക് അതീതമായിട്ട്, രാജ്യങ്ങൾക്ക് അതീതമായിട്ട് എല്ലാം ഒന്നിക്കുന്ന ഒരു കോസ്മിക്കാണ് ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത്. ഒരു കോസ്മിക് ഹ്യൂമൻ അല്ലെങ്കിൽ നാഷണാലിറ്റി, അതിന് പകരമായിട്ട് കോസ്മിക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് എത്തിച്ചു.